എറണാകുളം തൃപ്പൂണിത്തറയിൽ 15 വയസ്സുകാരൻ ഫ്ളാറ്റിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത സംഭവം ഏറെ വേദനയോടെയാണ് ഞാൻ അടക്കമുള്ള കേരള സമൂഹം നോക്കിക്കാണുന്നത്. ജനുവരി 15-നാണ് തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായ മെഹിർ ജീവനൊടുക്കിയത്. മകന്റെ വേർപാടിന്റെ കാരണം പറഞ്ഞുകൊണ്ടുള്ള മെഹറിന്റെ അമ്മയുടെ തുറന്ന കത്ത് നിറകണ്ണുകളോടെ മാത്രമേ വായിക്കാൻ കഴിയുന്നുള്ളൂ. 2025 ജനുവരി 15-ന് സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നുള്ള റാഗിങ്ങിൽ മനം നൊന്താണ് മെഹിർ എന്ന 9ാം ക്ലാസ്സുകാരൻ ജീവനൊടുക്കിയതെന്ന് കത്തിൽ പറയുന്നുണ്ട്. തൃപ്പൂണിത്തറ ചോയ്സ് ടവറിൽ താമസിക്കുന്ന സരിൻ രചന ദമ്പതികളുടെ മകൻ മെഹിർ ഫ്ളാറ്റിൽ നിന്ന് ചാടിയാണ് ജീവനൊടുക്കിയത്. 26 നിലയിൽ നിന്ന് ചാടിയ മെഹിർ 3ാം നിലയിലെ ഷീറ്റ് ഇട്ട ടെറസിലേക്കാണ് വീണത്. ആ 15 വയസ്സുകാരൻ തൽക്ഷണം മരിച്ചു. സ്കൂളിൽ കഠിനമായ റാഗിങ്ങിന് മെഹിർ ഇരയായിരുന്നു. ഇത് സഹപാഠികളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിന്നാലെ കുട്ടിയുടെ മൊബൈൽ ഫോണും വാട്സാപ്പ് ചാറ്റുകളും പരിശോധിച്ചു. അങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത്. അന്വേഷണത്തിനൊടുവിലാണ് വിവരങ്ങൾ മാതാപിതാക്കളും മനസ്സിലാക്കുന്നത്. നിരന്തരമായി ശാരീരികമായും മാനസികമായും ആ 15 വയസ്സുകാരൻ പീഡിപ്പിക്കപ്പെട്ടു. അതും സഹപാഠികളിൽ നിന്ന്. ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ക്രൂര പീഡനങ്ങൾ. നിറത്തിന്റെ പേരിൽ നിരന്തരം പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ആ 15-കാരന്. ബാത്റൂമിൽ കൊണ്ടുപോയി ക്ലോസറ്റിൽ മെഹറിന്റെ മുഖം പൂഴ്ത്തിവെച്ച് ഫ്ലഷ് ചെയ്തു. ടോയ്ലറ്റിൽ നക്കിപ്പിച്ചു. ബസ്സിൽ വെച്ചും ക്രൂരമായ പീഡനം. ഇത്തരത്തിലുള്ള സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂര പീഡനം താങ്ങാൻ കഴിയാതെയാണ് ആ 15 വയസ്സുകാരൻ ജീവൻ ഒടുക്കിയതെന്ന് അവന്റെ അമ്മ വെളിപ്പെടുത്തി. സംഭവം ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ അധ്യാപകർ മറച്ചുവെച്ചുവെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്നും മെഹറിന്റെ അമ്മയുടെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിൽ ഉണ്ട്. പരസ്പരം മെസ്സേജുകൾ അയച്ച് മെഹറിന്റെ മരണം ആസ്വദിച്ച ആ കുട്ടികൾ എത്രമാത്രം തന്റെ കുട്ടിയെ ജീവിച്ചിരിക്കുമ്പോൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെന്നും ആ അമ്മ ചോദിക്കുന്നു. തന്റെ മകന്റെ മരണം ആ കുട്ടികൾ ആഘോഷമാക്കി എന്ന ഞെട്ടലിലാണ് ആ അമ്മയും ഒപ്പം ഞാൻ അടക്കമുള്ള ആളുകളും. മെഹിർ മരിച്ച ശേഷം അത് ആഘോഷമാക്കിയ അവസ്ഥയിലേക്ക് ആ വിദ്യാർത്ഥികൾ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതത്ര നിസ്സാരമായി കാണാനാവില്ല. സംഭവം വ്യക്തമാക്കുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മകന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം DGP ഉൾപ്പെടെയുള്ള മേലധികാരികൾക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. മെഹിർ പഠിച്ച ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ഇന്നേ വരെ കുടുംബം റാഗിങ്ങിനെതിരെ പരാതി ഉന്നയിച്ചിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതർ പ്രതികരിച്ചത്. സമൂഹ മാധ്യമങ്ങളിലടക്കം സ്കൂളിനെതിരെ വ്യാജ പ്രചാരണം നടക്കുന്നു എന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. സംഭവത്തെ തുടർന്നുണ്ടാകുന്ന അന്വേഷണത്തിൽ പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് അറിയിച്ചിട്ടുമുണ്ട്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ വിശദീകരണം ഇങ്ങനെയൊക്കെയാണ്: സ്കൂളിനൊന്നും മറച്ചുവെക്കാനില്ല. സംഭവ ദിവസം മെഹിർ ബാസ്കറ്റ്ബോൾ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നുവെന്നും താൻ ഇത്തരത്തിൽ ഒരു റാഗിങ്ങിന് ഇരയായി എന്ന് മെഹിർ അധ്യാപകരോട് പോലും പറഞ്ഞിട്ടില്ല എന്നുമാണ്. പക്ഷേ ഇതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. മകൻ നഷ്ടപ്പെട്ട ആ അമ്മയ്ക്ക് നീതി കിട്ടണം. മെഹിറിന്റെ സഹപാഠികൾ ജസ്റ്റിസ് ഫോർ മെഹിർ എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം പേജ് കൊണ്ടുവന്നിരുന്നു. 2 ദിവസത്തിനുള്ളിൽ ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് എന്തുകൊണ്ടാണെന്നും അന്വേഷണം വേണം. സംഭവം പുറത്തു വരാതിരിക്കാൻ ആരെങ്കിലും പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നുണ്ടോ? പോലീസ് അന്വേഷണത്തിൽ വിദ്യാർത്ഥികളുടെ മൊഴി നിർണായകമാണ്. ഫോറൻസിക് പരിശോധന കേസിൽ വഴിത്തിരിവായേക്കും. ഇനി എന്തൊക്കെയാണ് പുറത്തു വരാനുള്ളത്? ആരൊക്കെയാണ് ഇതിൽ ഉത്തരവാദികൾ? ആ 15 വയസ്സുകാരനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുണ്ടായ മോട്ടീവ് എന്താണ്? അങ്ങനെ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ പലതാണ്. നേരത്തെ പരാതി ഉന്നയിച്ചിട്ടില്ല എന്ന കൊച്ചിയിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ ന്യായീകരണം വില പോകുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. എന്തായാലും വാദങ്ങൾക്കുള്ള സമയമല്ല. സത്യം പുറത്തു വരട്ടെ. മെഹിറിന് നീതി കിട്ടട്ടെ.